സംസ്ഥാനത്ത് കാലവർഷം 4 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ന് തീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചതെങ്കിലും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വെള്ളക്കെട്ടൊക്കെ രൂക്ഷമായ സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാണ് നിലവിലെ സ്ഥിതികൾ? വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത്. ഇന്നലെ രാത്രി മാത്രം പെയ്ത മഴയിൽ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ നിൽക്കുന്നത് കരമനയാറിന്റെ സമീപത്താണ്. ഇവിടെ നമുക്ക് കാണാം ഈ ബണ്ട് റോഡിന്റെ ഒരു ഭാഗം അതിന്റെ പകുതിയോളം ഇടിഞ്ഞു പോയ സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് പെയ്തത്. മഴയെ തുടർന്നാണ് ഈ ഭാഗത്തെ മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ താഴ്ഭാഗത്തുനിന്ന് മണ്ണിടിഞ്ഞ് മുകളിലേക്ക് ഈ വഴി ഏകദേശം പകുതി ഭാഗവും ഇടിഞ്ഞ് താണ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഈ നിർമ്മാണ പണികളൊക്കെ തന്നെ പുരോഗമിക്കുന്ന സാഹചര്യമായിരുന്നു. അതേ തുടർന്ന് പണി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്, അതിന്റെ ഭാഗമാണ്, ആ റോഡിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ സംഭവം? ഈ സംഭവം ഇപ്പൊ 2 ദിവസമായതേ ഉള്ളൂ. ഇന്നലെയാണ് രൂക്ഷമായിട്ട് ഈ ബണ്ട് ഇങ്ങനെ ഇടിയുന്ന ഒരു സാഹചര്യം വന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു പണി നടക്കുകയാണ്, സ്മാർട്ട് സിറ്റിയുടെ പണി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആറിന്റെ സൈഡ് വാള് ബലപ്പെടുത്തുക എന്നുള്ള പണിയുണ്ട്. 2-3 കൺട്രാക്ടർമാരുടെ വർക്കാണ്. അപ്പോൾ ഒരു കൺട്രാക്ടിന്റെ വർക്ക് ഈ മെയ് മാസം കൊണ്ട്, ജനുവരിയിൽ തുടങ്ങിയ വർക്കാണ്. മെയ് മാസം കൊണ്ട് തീരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. അപ്പൊ മെയ് മാസം കൊണ്ട് തീരാത്ത സ്ഥിതിയിലേക്ക് ഇത് നീണ്ട് ഇപ്പോഴും അപ്രതീക്ഷിതമായിട്ട് 15 ദിവസം കൊണ്ടുള്ള മഴ ഇതെല്ലാം പണിയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ ബണ്ട് ഇടിഞ്ഞു വന്നാൽ ഇവിടെ ഏകദേശം 10,000-കണക്കിന് ആൾക്കാരും 3000-4000 വീടുകളുള്ളത്, അതിനെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം നിലവിലുണ്ട്. ഇത് എന്നാ പണി തുടങ്ങിയതെന്നാ? ജനുവരി മാസത്തിലാണ് തുടങ്ങിയത്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആയപ്പോഴത്തേക്ക് പണി തുടങ്ങി. ഇതിപ്പോ വാഹനങ്ങളൊക്കെ പോകുന്ന റോഡല്ലേ? ഇത് നടപ്പാത മാത്രമാണ്. അത് പഴയ വെറും തറയായിട്ടുള്ള നടപ്പാത ബണ്ടായിരുന്നു, കരമനയാറിന്റെ ബണ്ട്, ആറിന്റെ തീരം. അതിന് നടപ്പാത എന്നുള്ള രീതിയിൽ ഇന്റർലോക്ക് ചെയ്ത് സംരക്ഷിച്ച് ആൾക്കാർക്ക് നടന്ന് ഒരു വ്യായാമത്തിനും എല്ലാത്തിനും കൂടെ ഉണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ സ്മാർട്ട് സിറ്റിയിൽ പെടുത്തി ഒരു വശത്ത് സൈക്ലിംഗ് ട്രാക്ക് കൂടെ വെച്ചുകൊണ്ടാണ് ഈ പണി ഇപ്പൊ പുരോഗമിക്കുന്നത്. 1800 മീറ്റർ ദൂരം കരമന പാലത്തിന്റെ അവിടെ നിന്നുണ്ട്. ഈ മണ്ണിടിഞ്ഞതിന് ശേഷം അധികൃതർ ആരെങ്കിലും വന്നായിരുന്നോ? തഹസീൽദാർ അടക്കം, ഇതിന്റെ എ അടക്കം, ഇന്നലെ മന്ത്രി അടക്കം, ജനപ്രതിനിധികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞതിന് പ്രകാരമാണ് തഹസീൽദാർ എ ഒക്കെ അടിയന്തരമായിട്ട് ഇവിടെ വന്നത്. ഇന്നിപ്പോ അടിയന്തരമായിട്ട് ഈ പണി തുടങ്ങിയില്ലെങ്കിൽ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇതിന്റെ സാങ്കേതികത്വം അറിഞ്ഞുവിടാം. അവർ നോക്കുമ്പോൾ നടപ്പാതെ അടക്കം ബണ്ട് ഇടിയുന്നു, വശത്ത് വെള്ളം പൊങ്ങുന്നു, മറുവശത്ത് എപ്പോഴും മറിയാം. ഇത്രയും പേര് ജനങ്ങളുടെ ജീവൻ ഒരു അപകടത്തിലാണ്. അത് പേടിച്ച ആൾക്കാർ ഇന്നലെ വൻ ജനക്കൂട്ടമായിരുന്നു. അതിനെയൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയാണ് വിട്ടത്. ഇന്ന് ഈ പണി തുടങ്ങുമ്പോൾ തന്നെ കുറച്ചൊരു ആശങ്ക പരിഹരിക്കപ്പെടാം. ഇതുവഴി ഇപ്പൊ നടന്നു പോകാത്ത സാഹചര്യമായില്ലേ? മറ്റേതെങ്കിലും വഴിയുണ്ടോ? മറ്റ് റോഡെന്നുള്ള നിലയിലുണ്ട്, നടപ്പാതയ്ക്ക് അങ്ങനെ ഒരു സംരക്ഷണം ഇല്ല. ഇതിൽ നടപ്പാത എന്നുള്ള അല്ല, ആറിന്റെ തീര സംരക്ഷണമാണ്. ആറിന്റെ തീരെ സംരക്ഷിച്ചില്ലെങ്കിൽ ആറ് വെള്ളപ്പൊക്കം കൊണ്ട് ഇത് ഇടിഞ്ഞു പോയാൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കും. വേറെ വഴി, വണ്ടി പോകുന്ന വഴിയുണ്ട്, വഴിയെ സംഭവിച്ചല്ല പ്രശ്നം. ആറിന്റെ തീരം എന്നുള്ള ഒരു ബണ്ടെന്ന് പറയുന്നത് ആറിൽ വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടി മാത്രമാണ്. അതിനെ ഒന്ന് സൗന്ദര്യവൽക്കരിച്ച് 6 തീരം കണ്ട് ആൾക്കാർ നടക്കട്ടെന്നുള്ള ഒരു ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതൊരു വർക്ക്, നല്ല വർക്കാണ്. പക്ഷെ ഇത് ചെയ്യേണ്ട സാങ്കേതിക വർക്കുകൾ ചെയ്യേണ്ട സമയത്ത് തീർക്കാത്തതിൽ വന്ന ഒരു കുറവ് ഇതിലുണ്ട്. പ്രദേശവാസികളൊക്കെ ആശങ്കയിലാണ്. എല്ലാവർക്കും ആശങ്കയാണ്, എല്ലാവർക്കും ഒരു വലിയ ആശങ്കയാണ്. കാരണം ഇതിനു മുമ്പേ 1992 വെള്ളപ്പൊക്കം വന്ന് ഇവിടുത്തെ 200 വീടുകൾ ഇടിഞ്ഞു പോയിട്ടുള്ളതാണ്. ജനങ്ങൾ, പോലീസുകാരടക്കം മരിച്ചിട്ടുള്ളതാണ് ഈ വെള്ളപ്പൊക്കത്തിൽ പെട്ട്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ആശങ്കയിലാണ്. ഈ സമീപത്ത് നമുക്ക് കാണാം വീടുകളൊക്കെ ഉണ്ട്, താമസിക്കുകയാണ് അവിടെ ആളുകളൊക്കെ. ഇതുവഴി കൂടി ഇപ്പോൾ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മണ്ണ് ഇടിഞ്ഞ് വഴി പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ മഴ കൂടുതൽ ശക്തിയായിട്ട് പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. അവർ പ്രവചിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അത്തരത്തിൽ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ ഈ വഴി പൂർണ്ണമായിട്ടും ഇവിടെ ഇടിഞ്ഞു പോകാമെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. രാവിലെ ഈ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം വന്ന് സന്ദർശിച്ച് മടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഈ വഴി പൂർണ്ണമായി ഇല്ലാതാവുന്നതോടുകൂടി 6 കരയിലേക്ക് കയറാനും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ നിലവിൽ ഉണ്ടാകാനാണ് സാധ്യത.
സൂര്യഗായത്രി, ഈ തഹസിൽദാരൊക്കെ ഈ സ്ഥലം സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ വേണ്ട പരിഹാര മാർഗങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ടോ? സ്ഥലം വന്ന് കണ്ട് പരിശോധിച്ച് പോയത് മാത്രമാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണ പ്രക്രിയയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജനുവരി മാസം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഇത് നേരത്തെ പൂർത്തിയാക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. ഈ പണി നീണ്ടുപോകുന്നതും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിന് ഒരു കാരണമാണെന്നാണ് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. എന്തായാലും അധികൃതരൊക്കെ വന്ന് സ്ഥലം സന്ദർശിച്ച് പോയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ എന്തായിരിക്കും അവർ സ്വീകരിക്കുക എന്നതൊക്കെ വഴിയെ അറിയാൻ സാധിക്കും. എന്തായാലും വ്യക്തമാണ്. മഴക്കെടുതിയിൽ കരമനയിൽ നിന്നുള്ള ദൃശ്യങ്ങളോടൊപ്പമാണ് സൂര്യഗായത്രി അവിടുത്തെ ജനങ്ങളുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത്.